ഹലോ, വെൽക്കം ഓൾ. ഫസേറ ഫാഷൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ടെക്നോളജിയാണ്. അപ്പോൾ എന്താണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ടെക്നോളജി കാറ്റഗറി നമ്പർ 645/2023 കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. എക്സാമിൻ്റെ ഡേറ്റും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഡിസംബർ 4-നാണ് എക്സാം വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ജോബ് എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം പല ആളുകളും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്താണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ, ഇത് ഏത് ടൈപ്പ് ജോബാണ്, എവിടെയാണ് ഇതിൻ്റെ ജോബ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും പുതുതായിട്ട് എക്സാം എഴുതുന്ന ആളുകളൊക്കെ നമ്മോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള എന്താണ് ആ ജോബ് എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ദെൻ അടുത്തത്, എവിടെയാണ് നമുക്ക് ഇതിന് പോസ്റ്റിംഗ് ലഭിക്കുക. ഇപ്പോൾ സ്വീൻ ടീച്ചർ, ഇന്ന് എനിക്ക് വന്നൊരു ചോദ്യമായിരുന്നു, സ്വീൻ ടീച്ചർ പോസ്റ്റിൽ ജില്ലാടിസ്ഥാനത്തിലല്ലേ വിളിക്കുന്നത്, അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് വൈഡ് വിളിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് പോസ്റ്റിംഗ് ലഭിക്കുക എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈ കൂടിയാണ് ഈ ഒരു വീഡിയോ. അടുത്തൊരു ചോദ്യമായിരുന്നു സാലറി സ്കെയിൽ. സാലറി സ്കെയിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ നോക്കി എല്ലാവർക്കും മനസ്സിലാവും. ജസ്റ്റ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്, എന്താണ് എത്രയായിരുന്നു ഇതിൻ്റെ സാലറി സ്കെയിലിന്, അതും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് നോട്ടിഫിക്കേഷൻ ആൻഡ് അഡ്വൈസ് ഡീറ്റെയിൽസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് മുന്നേ എന്നായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചത്, എത്ര അപ്പോയിൻമെൻറ്റ് പോയിട്ടുണ്ട്, ആ നോട്ടിഫിക്കേഷൻ എന്ന് വിളിച്ചു, എക്സാം എന്ന് നടന്നു, അതിലെ കട്ട് ഓഫ് എത്രയായിരുന്നു, റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടു, അങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിലേ നിങ്ങൾക്ക് ഓരോ തവണ വിളിച്ച് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് ഒരു തവണത്തെ നോട്ടിഫിക്കേഷൻ മാത്രമല്ല, അതിന് മുന്നേ വിളിച്ചതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സിലബസ് എന്തായിരിക്കും, ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള PSC സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഏറ്റവും അവസാനം പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റത്തെ ചോദ്യം ഇതായിരുന്നു, എന്താണ് ജൂനിയർ ഇൻസ്ട്രക്ടർ, അല്ലെങ്കിൽ ആരാണ് ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ, എന്താണ് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടുക എന്നാണ്. കേരള സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള ITIകൾ, അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ വ്യവസായ പരിശീലന വകുപ്പ് എന്ന് പറയുന്നത്. അതിൽ ITIകൾ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ITIകൾ. ഈ ITIകൾ ഫാഷൻ ഡിസൈൻ ടെക്നോളജിയുള്ള, അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജിയുള്ള, പഴയ കാലത്ത് ഫാഷൻ ടെക്നോളജി ആയിരുന്നു പേര്, ഇപ്പോൾ പുതിയതായിട്ട് ഫാഷൻ ഡിസൈൻ ടെക്നോളജിയാണ്. ഇപ്പോൾ 1 ഇയർ കോഴ്സാണ്. ഫാഷൻ ഡിസൈനിങ് ടെക്നോളജിയുള്ള ITIകളിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ജോലിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ITIയിലെ ഒരു പഠിപ്പിക്കുന്ന ടീച്ചിങ് ജോബാണ് എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ലാബ് സ്റ്റാഫ്, ടീച്ചിങ്ങിനുള്ള ലെക്ചർ എന്നിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റിൽ ITIകളിൽ വരുന്നില്ല. ഒരൊറ്റ പോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഒരൊറ്റ പോസ്റ്റ് എന്ന് പറയുന്നില്ല, അധിക ITIകളിലും 2 ട്രേഡ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ 2 ട്രേഡ് കൊടുക്കുന്ന സമയത്ത് 2 ബാച്ചുകളൊക്കെ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ വരാറുണ്ട്, 2 ബാച്ചുകളൊക്കെ ഫാഷൻ ഡിസൈനിങ് ടെക്നോളജിക്ക് വരാറുണ്ട്. അങ്ങനെ ആവുമ്പോൾ അവിടെ 2 പേര് ആവശ്യം വരും. അപ്പോൾ അതായത് ഒരു ക്ലാസ്സിൻ്റെ ചാർജ് ഏറ്റെടുത്തിട്ട് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൻ്റെ തിയറിയും പ്രാക്ടിക്കലും, അതേപോലെ തന്നെ അവർക്ക് വേണ്ട ഡ്രോയിങ്ങും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഒരാൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അയാളാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ. ശരിക്കും ITയിലെ ഒരു ടീച്ചിങ് ജോബ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ആയിരിക്കും നമുക്ക് ജോബ് ലഭിക്കുക. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം അതായിരുന്നു, നമുക്ക് എവിടെയാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക എന്നാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നതും ഓൾ കേരള പോസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ കേരളത്തിലുള്ള ITIകളിൽ, ഫാഷൻ ഡിസൈൻ ടെക്നോളജി ഉള്ള ITIകളിൽ, ഗവൺമെൻറ് ITIകളിൽ എവിടെയാണോ വേക്കൻസി ഉള്ളത് അവിടെ ആയിരിക്കും ഇതിൻ്റെ പോസ്റ്റിങ്ങും കാര്യങ്ങളും നടക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സാലറി സ്കെയിലാണ്. സാലറി സ്കെയിൽ ചോദിച്ചിട്ടുണ്ട്. സാലറി സ്കെയിൽ ITIയിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലോട്ട് എല്ലാവർക്കും ഒരേ സാലറി സ്കെയിലാണ്. ഇപ്പോൾ ഫാഷൻ ഡിസൈൻ ടെക്നോളജി ആയിക്കോട്ടെ, മറ്റുള്ള ഏത് കോഴ്സ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരേ സാലറി സ്കെയിലാണ് വരുന്നത്. 37,400 മുതൽ 79,000 ആണ് ഇപ്പം നിലവിലുള്ള സാലറി സ്കെയിൽ എന്ന് പറയുന്നത്.
അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് നോട്ടിഫിക്കേഷനും അഡ്വൈസ് ഡീറ്റെയിൽസും ആണ്. പ്രീവിയസ് നോട്ടിഫിക്കേഷനും അഡ്വൈസ് ഡീറ്റെയിൽസും ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് 535/2012 ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ടെക്നോളജി, അന്ന് ഫാഷൻ ഡിസൈൻ ടെക്നോളജി അല്ലായിരുന്നു നെയിം, അന്ന് ഫാഷൻ ടെക്നോളജി ആയിരുന്നു നെയിം. അതുകൊണ്ട് തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ടെക്നോളജി എന്നുള്ള പേരിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചത് 535/2012. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് 2012 നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വന്ന നോട്ടിഫിക്കേഷൻ. പക്ഷെ എക്സാം നടക്കാൻ കുറച്ച് സമയം എടുത്തിരുന്നു, അതിന്റെ കൂടെ തന്നെ പറയാം. അപ്പൊ 2012 ശേഷം ഇന്നിപ്പോ 2024 2023 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ജനുവരി 31 അടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് 2024 തന്നെയാണ് ഇപ്പൊ ലാസ്റ്റ് വിളിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 12 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ പോസ്റ്റ് വിളിക്കുന്നത്. അപ്പൊ ഏകദേശം ഇനിയും നമുക്ക് ഏകദേശം അത്രത്തോളം ഗ്യാപ്പ് വരും ഈ ഒരു പോസ്റ്റ് വരാൻ. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എടുത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പഠിക്കുക, എങ്കിലേ നമുക്ക് ഈ ഒരു പോസ്റ്റ് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന് നോട്ടിഫിക്കേഷൻ വിളിച്ചത് 2012 ഡിസംബർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, കാറ്റഗറി നമ്പർ വെച്ച് പറഞ്ഞു. 2012 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചത്. ടോട്ടൽ അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് 7674. ഒന്ന് ചിന്തിച്ചാൽ മതി, 2012 7000 പേരുകൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആളുകൾ എക്സാം എഴുതാൻ വേണ്ടി നിന്നായിരിക്കും. പക്ഷെ അന്നൊരു ക്വാളിഫിക്കേഷനിൽ മാറ്റം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്രയും അപ്ലിക്കേഷൻസ് പോയത് കേട്ടോ. പക്ഷെ ആ അപ്ലിക്കേഷൻസ് ഒന്നും ഒരിക്കലും ഇത്തവണ പോയിട്ടില്ല. 7600ഓളം അപ്ലിക്കേഷൻസ് ആണ് അന്ന് പോയത്. എഴുതിയ ആളുകളല്ല, അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണമാണ്. ദെൻ എക്സാം നടന്നത്, അതിന്റെ OMR എക്സാം നടന്നത് 2017 സെപ്റ്റംബർ 15 തീയതിയാണ്. 2017 സെപ്റ്റംബർ 15 തീയതിയാണ് അതിന്റെ OMR എക്സാം നടന്നത്. നോക്കിയാൽ മനസ്സിലാവും, 2012 വിളിച്ചു, 5 വർഷത്തിന് ശേഷമാണ് ഇതിന്റെ എക്സാം നടക്കുന്നത്. അപ്പൊ 7674 ആളുകൾ അതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ 5 വർഷം കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാകുക അധികം ഇതിലെ പകുതിയുടെ പകുതിയോ ആളുകളായിരിക്കും എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കുക. കാരണം ഇത്രയും ആളുകൾ 5 വർഷത്തേക്കൊന്നും കാത്തിരിക്കണം എന്നില്ല. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, എങ്കിലും 2017 സെപ്റ്റംബറിലാണ് ഇതിന്റെ എക്സാം OMR എക്സാം നടന്നത്. ഷോർട്ട് ലിസ്റ്റ് വരുന്നത് 2018 ഒക്ടോബറിലാണ്. വീണ്ടും ഒരു വർഷത്തിന് ശേഷം അല്ലെ, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിലെത്തി, 2017-18 വീണ്ടും ഒരു വർഷത്തിന് ശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. PSC കുറെ കാലങ്ങൾക്ക് മുന്നേ, ഇപ്പൊ 2 വർഷത്തിന് മുന്നേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം PSC വളരെ ഡിലേ ആയിട്ടായിരുന്നു നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം പെട്ടെന്നാണ്. ഈ ഒരു വർഷം വിളിച്ച നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ അടുത്തൊരു വർഷത്തിനുള്ള എക്സാം നടത്താൻ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് PSC നോട്ടിഫിക്കേഷൻ ഇറക്കാറുള്ളത്. ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 3 മാസം കൊണ്ട് ഷോർട്ട് ലിസ്റ്റ്, അത് കഴിഞ്ഞ് കൃത്യം 3 മാസത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. വളരെ അപ്ഡേറ്റഡ് ആണ്, ഫാസ്റ്റ് ആണ്. ഓൺലൈൻ എക്സാമുകളൊക്കെ വന്നു തുടങ്ങിയതോടുകൂടി നമുക്ക് എക്സാമുകളൊക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കാനും തുടങ്ങി. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്നത് 2018 അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്നത് 2019 ഫെബ്രുവരിയിലാണ്. ഒരു 6 മാസത്തെ ഗ്യാപ്പാണ് ഉണ്ടായത്. 6 മാസത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നത് 13 ഫെബ്രുവരി 2019 റാങ്ക് ലിസ്റ്റ് വന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 വേക്കൻസീസ് ആണ്. ആദ്യം ഒരു 9 വേക്കൻസി ഓൾറെഡി അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിന് പുറമെ NJD ആയിട്ടും ന്യൂ ആയിട്ട് ഫ്രഷ് ക്രിയേറ്റ് ചെയ്തൊക്കെ ആയിട്ട് 19 വേക്കൻസി ആണ് ടോട്ടലി വന്നത്. ആ 19ലോട്ടും അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. ദെൻ കട്ട് ഓഫ് വന്നത് 18.67. അന്ന് നോക്കിയാൽ മനസ്സിലാവും, അന്ന് 5 വർഷത്തോളം ഒരാളും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അന്നത്തെ ഒരു ലെവലിൽ വെച്ചിട്ട് എല്ലാവരും പോയി എക്സാം എഴുതിയതാണ്. 18.67 അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫസേരന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കും ഒന്ന് എടുത്ത് എഴുതി നോക്കാം. നിങ്ങൾ ഇപ്പോൾ ആ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ഒരാൾക്ക് എങ്ങനെയായാലും ഒരു 50-60 മാർക്കിന്റെ മുകളിൽ എന്തായാലും സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ അന്നത്തെ 18 അന്ന് കട്ട് ഓഫ്. അന്നത്തെ കാലത്ത് ഇത്രയും സോഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പഠിക്കാനില്ല, സിലബസ് എന്താണെന്നില്ല ഒന്നും തന്നെ ആർക്കും അറിയില്ല. PSC ഇതേപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള സിലബസും മൊഡ്യൂൾ വൈസ് സിലബസും ഒന്നും പബ്ലിഷ് ചെയ്യുന്ന കാലവും അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് 2019 ആയപ്പോഴത്തിന് സിലബസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്പ്ലിറ്റ് സിലബസ് ഉണ്ടായിരുന്നില്ല, എങ്കിലും ആ കാലഘട്ടത്തിൽ എഴുതിയ ആളുകളാണ്. അപ്പൊ 18 അന്നത്തെ കട്ട് ഓഫ് വന്നത് കേട്ടോ. ഫസ്റ്റ് റാങ്കിന്റെ ആളുടെ റിട്ടേൺ ടെസ്റ്റിൽ തന്നെ 40 മാർക്കോ സംതിങ് എത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ലിസ്റ്റ് ടോട്ടലായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് 27 പേരാണ്. 27 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയത്. ലിസ്റ്റ് 2022 ഫെബ്രുവരി 15 എക്സ്പയർ ആയി.
2019 ലിസ്റ്റ് വന്നു. 2022 ഫെബ്രുവരി 15-ാം തീയതി നമ്മുടെ ലിസ്റ്റ് എക്സ്പയർ ആയിപ്പോയി. അപ്പോൾ 2022 ശേഷം അതിൽ പോസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ 2024 കഴിഞ്ഞു. അപ്പോൾ 2 വർഷം ഓൾറെഡി 2022 ഫെബ്രുവരി ആയിരുന്നു എക്സ്പയർ ആയത്. അപ്പോൾ 2022, 2023, 2024 3 വർഷം ഓൾറെഡി ഇപ്പോൾ ഈ ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഫാഷൻ ഡിസൈൻ ടെക്നോളജി വിളിച്ചത് 2019 അത് SC/ST കാസ്റ്റിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് 2019 332/2019 എന്ന കാറ്റഗറിയിൽ ഫാഷൻ ഡിസൈൻ ടെക്നോളജിന്റെ എക്സാം വിളിച്ചത് 2019. അന്ന് നോട്ടിഫിക്കേഷൻ വന്നത് 2020 ജനുവരിയിലാണ്. അത് 2019 ഡിസംബർ ലാസ്റ്റ് വീക്കിൽ വിളിച്ചു. 2020 ജനുവരി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. അതാണ് നോട്ടിഫിക്കേഷൻ 2020 ജനുവരി എന്ന് പറഞ്ഞത്. അതിനുശേഷം വാക്കൻസി റിപ്പോർട്ട് ചെയ്തത് അതിൽ വാക്കൻസി വിളിക്കുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തതിന് 6 വാക്കൻസി ആയിരുന്നു. SC/ST 6 വാക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അതിൽ ടോട്ടൽ അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് 306 ആയിരുന്നു. പക്ഷെ 80 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. ആ 80 പേരിൽ നിന്നും റാങ്ക് ലിസ്റ്റ് വന്നു. ഓൺലൈൻ എക്സാം നടന്നത് 7/6/2022. ഓൺലൈൻ മോഡായിരുന്നു എക്സാം. വളരെ കുറഞ്ഞ ആളുകളാണ് എക്സാം എഴുതാണ്ടായിരുന്നത്. അതുകൊണ്ട് ഓൺലൈൻ എക്സാം ആയിരുന്നു നടന്നത്. 7/6/2022 ജൂൺ 7-ാം തീയതിയാണ് ഓൺലൈൻ എക്സാം നടന്നത്. ദെൻ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 20 ആയിരുന്നു കേട്ടോ. കട്ട് ഓഫ് എന്ന് പറയുന്നത് 20 ആയിരുന്നു. അപ്പൊ അന്ന് 20, 18, 30 ഒന്നും കണ്ടിട്ട് ഇന്നുള്ള ആളുകൾ ആ 20 കട്ട് ഓഫിൽ നിൽക്കുന്ന ഒരിക്കലും വിചാരിക്കരുത്. കാരണം എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പഠിക്കാനുള്ള സോഴ്സുകൾ വളരെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മളുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും സിലബസിനെ കുറിച്ചും പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയാം. എല്ലാവരും ജോലി ആഗ്രഹിച്ച് തന്നെ പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ നല്ല ഉയരത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ദെൻ ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 18 പേരാണ്. അതിൽ ഷോർട്ട് ലിസ്റ്റ് വന്നത് 2023 ഫെബ്രുവരി 21-ാം തീയതിയാണ്. റാങ്ക് ലിസ്റ്റ് വന്നത് 2023 ജൂലൈ 14-ാം തീയതിയാണ്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടില്ല. 2023 ലാസ്റ്റ് വന്നിട്ടുള്ളത്. 3 വർഷമാണ് എക്സ്പയർ ആയിട്ടുണ്ടാവില്ല. ടോട്ടലായിട്ട് അഡ്വൈസ് പോയത് 6 ആണ്. നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നേ 6 ആയിരുന്നു വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ റിപ്പോർട്ട് ചെയ്ത വാക്കൻസിയിലേക്ക് ടോട്ടലായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 28/12/2023 ആണ്. 2023 7-ാം മാസം ഓൾറെഡി ലിസ്റ്റ് വന്നു. 12-ാം മാസത്തിനുള്ളിൽ ഈ 6 പേർക്കും അഡ്വൈസ് പോയി. SC/ST ലിസ്റ്റ് ആണ്. ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്. ഇനി SCയിൽ എന്തെങ്കിലും വാക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുക്കും. നിലവിലുള്ള ആളുകളെ എടുക്കും. അപ്പൊ ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എന്താണ് ഇപ്പൊ നിലവിൽ വിളിച്ചത്? 645/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ടെക്നോളജി വീണ്ടും വിളിച്ചു. 3 വർഷത്തിന് ശേഷം വീണ്ടും വിളിച്ചു. പിന്നെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 2023 വന്നത്. പക്ഷേ ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി വരെ ഡേറ്റ് ഉണ്ടായിരുന്നു. 2024 ജനുവരി വരെ ഡേറ്റ് ഉണ്ടായിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് 1563 ആണ്. 1563 അപ്ലിക്കേഷൻസിനെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട. അതിൽ ക്വാളിഫിക്കേഷൻ എല്ലാ ആളുകളും, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും. ജസ്റ്റ് എക്സാം എഴുതി പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ആദ്യമായിട്ട് എക്സാം എഴുതാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എനിക്കൊന്ന് എക്സാം എഴുതി പ്രിപ്പയർ ആകണം, പഠിക്കണം എന്നൊക്കെ എഴുതുന്ന ആളുകളുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഇതിൽ കൺഫർമേഷന്റെ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് കൃത്യമായിട്ടൊരു കൗണ്ട് നമുക്ക് കിട്ടും, എത്ര പേരാണ് എക്സാം എഴുതുന്നതെന്ന്. അത് ഞാൻ കൺഫർമേഷൻ ലിസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ വാക്കൻസീസ് പറഞ്ഞ ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ്. കൃത്യമായിട്ടുള്ള വാക്കൻസി പറഞ്ഞിട്ടുള്ള ആന്റിസിപ്പേറ്റഡ് ആണ്. അപ്പോൾ നല്ല വാക്കൻസീസ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ നടന്ന പോലെ തന്നെ അതിന്റെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് ഡിസംബർ 4-ാം തീയതിയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷനിൽ നിന്നും എക്സാമിലോട്ട് കൃത്യമായിട്ട് 1 വർഷം കൊണ്ട് എക്സാമിലോട്ട് എത്തി. ഓൺലൈൻ ആണോ OMR ആണോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. കാരണം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ആളുകൾ ഇതിന് കൺഫർമേഷൻ കൊടുക്കും എന്ന് നോക്കിയിട്ടും, അതായത് ഓൺലൈൻ എക്സാമിന്റെ സെന്ററിന്റെ അവൈലബിലിറ്റി, PSCയുടെ ഓൺലൈൻ എക്സാം സെന്ററിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടുമായിരിക്കും എന്തുണ്ടായിരിക്കുക, ഓൺലൈൻ എക്സാം ആണോ OMR എക്സാം ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇനി നെക്സ്റ്റ് ഇതിന്റെ സിലബസ് ആണ്. സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി PSC സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ
എന്തിട്ടായിരുന്നു സിലബസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് കാണുകയാണ് സിവിങ് റിലേറ്റഡ് PSC വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമന്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കിൽ കയറിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സിവിങ് സംബന്ധമായ എല്ലാ എക്സാമുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി സിലബസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ഏകദേശം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെ ഒരു 8 മാസം 9 മാസം മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സിലബസ് എന്താണെന്ന് മനസ്സിലാത്ത ആൾക്കാരും ആദ്യമായിട്ടാണ് കാണുന്നത്, സിലബസ് കണ്ടിട്ടില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ സിലബസിന്റെ വീഡിയോന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് സിലബസിന്റെ വീഡിയോ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് കാണാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം സ്ക്രീനിൽ നിങ്ങൾക്ക് സിലബസ് എക്സ്പ്ലനേഷന്റെ വീഡിയോ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആ സിലബസ് കാണാവുന്നതാണ്. ദെൻ സ്റ്റഡി സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ആകേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സിലബസ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് മൊഡ്യൂൾ വൈസ് പഠിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ആ കംപ്ലീറ്റ് സിലബസ് പഠിച്ചിരിക്കണം. ഓരോ സിലബസ് 10 മൊഡ്യൂളാണ്. 10 മൊഡ്യൂളും 10 മാർക്ക് വീതം 100 മാർക്കിന് എക്സാമാണ്. ഫുള്ളി സ്വിങ് റിലേറ്റഡ് കാര്യങ്ങളാണ്. GKയോ അതേപോലെ റിനൈസൻസോ കറണ്ട് അഫയേഴ്സോ ഒന്നും തന്നെ അല്ല. ടെക്നിക്കൽ എക്സാമുകൾക്ക് അങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിലബസിനെ സ്വിങ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പഠിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് സിലബസിനെ പഠിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് ആയിട്ടുള്ള ക്യാപ്സൂൾ നോട്ട്സുകൾ നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുക. അതാണ് അടുത്ത വഴി എന്ന് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറേ വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടെത്തലൊന്നും കഴിയില്ല. നമുക്ക് പെട്ടെന്നൊരു സംശയം വരുന്ന സമയത്തും ഒരു വീഡിയോ തപ്പിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഷോർട്ടായിട്ട് ക്യാപ്സൂൾ നോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ട്സ് എടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി നമ്മൾ എഴുതി വെച്ച നോട്ട് തന്നെ ആകുമ്പോൾ നമുക്കത് എവിടെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള ചെറിയൊരു മെമ്മറി പവർ നമുക്കുണ്ടാവും. ആ മെമ്മറി വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്കത് നോക്കാൻ പറ്റും, റിവിഷൻ അടിക്കാൻ പറ്റും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അതായത് നമ്മൾ വെറും ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. എക്സാമുകൾ എഴുതിക്കൊണ്ടേയിരിക്കുക, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ കഴിയും. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ്ങിൽ ഇപ്പോൾ ഞാൻ 2 നോട്ടിഫിക്കേഷനേ വന്നുള്ളൂ. ആ 2 നോട്ടിഫിക്കേഷൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടതും ഡ്രസ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ടതും സ്വിം ടീച്ചറുമായി ബന്ധപ്പെട്ടതും കേട്ടറ്റുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ വർക്കൗട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് റഫറൻസ് ബുക്കുകൾ റെഫർ ചെയ്യുക. റഫറൻസ് ബുക്ക് ഉണ്ട്, PSC ഓരോന്നിനും റഫറൻസ് ബുക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ബുക്കുകൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക, അതിൽ നോക്കിയിട്ട് പഠിക്കുക. ദെൻ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ റിവിഷനാണ്. ഈ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് വർക്കൗട്ട് ചെയ്തതിന് വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ എന്തായാലും നമ്മൾ കുറച്ചു കാലം പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് മറന്നു പോകും. അപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്കിനി കൃത്യം 2.5 മാസം നമുക്ക് സമയമുള്ളൂ. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 2 മാസം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ള് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എക്സാമിന് പോകാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടിരിക്കുക. ദെൻ അടുത്തായിട്ട് പറയാനുള്ളത് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ടെക്നോളജി ഈ എക്സാം എഴുതുന്നവർക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഫസേറയിൽ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്രാഷ് ബാച്ച് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനൊന്ന് പറയാം. ഞങ്ങളുടെ ആപ്പ് വഴിയായിരിക്കും ക്ലാസ് കൊടുക്കുന്നത്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫസേറ ഫാഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഫസേറ ഫാഷന്റെ ലോഗോയും കാര്യങ്ങളും ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ കഴിയും. ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസിൽ സ്വിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഞങ്ങൾ നടത്തുന്ന എല്ലാ ബാച്ചുകളുടെയും വീഡിയോസ് കോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓരോ മൊഡ്യൂളായിട്ട് ഓരോ ഫോൾഡറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്റെ സമയത്തിനനുസരിച്ച് പഠിക്കാവുന്നതാണ്. നമ്മളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ പകുതിയിൽ കൂടുതൽ ആളുകളും ജോലിയുള്ളവരാണ്. ബാക്കി പകുതി ആളുകൾ വീട്ടമ്മമാരാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റും. ഒരു ലൈവ് ക്ലാസ് തരുന്ന സമയത്ത് വളരെയധികം അറ്റൻഡൻസ് കുറവായിട്ടാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്.
അപ്പോൾ നിങ്ങളെല്ലാവരും ആ സമയത്ത് വേറെ എന്തെങ്കിലും ബിസിയിലായിരിക്കും, വീട്ടിലെ പണികൾ ഉണ്ടായിരിക്കും, അതേപോലെ ജോലി സ്ഥലത്തായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റെക്കോർഡർ ക്ലാസ്സസ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ് ആകുമ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. പിന്നെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മെമ്മറി പവർ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു തവണ മനസ്സിലായിട്ടില്ലെങ്കിൽ 2, 3, 4 തവണ നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ റെക്കോർഡർ ക്ലാസ്സസിന്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട്സും ആപ്പിൽ അവൈലബിൾ ആണ്. അത് ആപ്പിന്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. ആപ്പിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് പഠിക്കാം. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് ആണ്. ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തില്ല മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതെല്ലാം അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ്. ഒരു തവണ മാത്രം ചെയ്യാന്നല്ല, നിങ്ങൾക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. പിന്നെ ജനറൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്, മിക്സഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. 1000+ ക്വസ്റ്റ്യൻസ് എന്തായാലും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1000ന്റെ മുകളിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ജനറലി റെഫറൻസ് ബുക്കത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിൽ ചെയ്ത് പഠിക്കാം. ഓൺലൈൻ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്ത് നോക്കാം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുകയാണെന്നുള്ള ആ സമയത്ത് കയറി നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് നോക്കാം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ സെക്ഷൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട്. നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ നടന്ന എല്ലാ സീയിങ് റിലേറ്റഡ് ആയിട്ട് നടന്ന 2014 ശേഷം നടന്ന എല്ലാ എക്സാമുകളുടെയും സീയിങ് റിലേറ്റഡ് ആയിട്ട് നടന്ന എല്ലാ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീസും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് PDF രൂപത്തിലും മോക്ക് ടെസ്റ്റ് രൂപത്തിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. PDF രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബുക്കിൽ എഴുതി പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി അതല്ല, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഫോണിൽ തന്നെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. പറഞ്ഞാൽ ഇത്രയും അടങ്ങുന്ന കോഴ്സിന് ടോട്ടൽ ഫീസ് വരുന്നത് 1999 ആണ്, 1999 രൂപയാണ്. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ് ടു എക്സാം ആണ്. എക്സാം എന്നാണോ നടക്കുന്നത് അന്ന് വരെ ആയിരിക്കും ഈ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇൻ കേസ് എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാലിഡിറ്റിയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഫസേര ഫാഷനിൽ ഓൾറെഡി മറ്റ് ബാച്ചുകൾ നടന്ന കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കേഡറ്റിൻ്റെ ആണെങ്കിലും ടൈലറിംഗ് ഇൻസ്ട്രക്ടറാണ്, ജൂനിയർ ഇൻസ്ട്രക്ടർ, സ്വിമ്മിംഗ് ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ള കുറേ ബാച്ചസ് നടന്നിട്ടുണ്ട്. അതിലെ ഫുൾ ബാച്ച് എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ, ക്രാഷ് ബാച്ച് അല്ല, ഫുൾ ബാച്ച് എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു കോഴ്സിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കും. അവർ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഞങ്ങളുടെ ഈ 2 പേരിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ 2 നമ്പർ ഉണ്ട്. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, വാട്സപ്പിൽ വോയിസ് അയക്കാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ October 1 ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഈ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഫസേര ഫാഷൻ്റെ ഓൾ ദി ബെസ്റ്റ്.